അൽഹംദുലില്ലാ, കൊല്ലവും മലബാറും തമ്മിൽ പണ്ട് കാലത്തെ അഭേദ്യമായ ബന്ധമുണ്ട്. ഇന്ന് ഞങ്ങൾ യാത്ര തുടങ്ങുന്നത് മഹാനായ പേരൂർ ഉസ്താദ് ഉണർത്തിയ പോലെ വായക്കാട് നിന്ന് മുഹമ്മദ് മുസ്ലിയാർ എന്ന വലിയ മഹാസ്വാധ്യകനായ പണ്ഡിതൻ കൊല്ലം ജില്ലയിലെ ഓച്ചിറയിലെത്തി ധാരാളം ഉലമാക്കളെ വാർത്തെടുത്തു. അതിൽ ഏറ്റവും പ്രമുഖരായ ഉലമാക്കൾ അത്യുന്നതരാണ്. 1919 ജനിച്ച പതി അബ്ദുൽ ഖാദർ എന്ന കുഞ്ഞ് പിൽക്കാലങ്ങളിൽ അതീവ ബുദ്ധിശാലിയും അപാര ഓർമ്മശക്തിയും അഗാധ ജ്ഞാനവും ഏറ്റുവാങ്ങി 1948 കണ്ണൂരിലെ വലിയ മഹാനായിരുന്ന റഷീദുദ്ദീൻ മുസ്ലിയാർ വിട പറഞ്ഞപ്പോൾ കേരളത്തിന് മലബാറിന് വിദേശ കക്ഷികളോട് പ്രതിരോധത്തിന് മരക്കാർ ഹാജി കൊണ്ടുവന്നത് പ്രിയപ്പെട്ട പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരാണ്. മാഷാ അല്ലാഹ്, മഹാനവളുടെ നേതൃത്വം ഞാൻ ഓർക്കുന്നത് പതി മലപ്പുറത്ത് അന്ന് കേരളം രൂപീകരിക്കപ്പെട്ടിട്ടില്ല. മലബാർ ഡിസ്ട്രിക്ട് തിരുവിതാംകൂർ ഡിസ്ട്രിക്റ്റാണ്. ആ തിരുവിതാംകൂർ ഡിസ്ട്രിക്റ്റിൽ നിന്ന് മലബാർ ഡിസ്ട്രിക്റ്റിലേക്ക് വന്ന മഹാനവറുകളോട് 10,000 ഒരുമിച്ച് കൂടിയ വേദിയിൽ മലബാർ എസ് പി ചോദിക്കുന്നു, മുസ്ലിയാർ, നിങ്ങൾ മലബാറിൻ്റെ ഐക്യം തകർക്കരുത്. മലബാറിലെ മുസ്ലിമീങ്ങൾ ഒറ്റക്കെട്ടാണ്. മലബാറിൽ മുസ്ലിമീങ്ങൾ ഒന്നടങ്കം പറയുന്നത് ഖുതുബ പ്രസംഗമാണ്. പ്രസംഗം തിരിയേണ്ട ഭാഷയിലാവണം, അത് പരിഭാഷപ്പെടുത്തണം. അതിൽ ആർക്കും രണ്ടഭിപ്രായമില്ല. ഇവിടെ അത് പാടില്ല, അറബിയിലേ പാടുള്ളൂ എന്ന് പറയുന്നത് യുക്തിരാഹിത്യമാണ്. നിങ്ങൾ നാടിനെ ഭിന്നിപ്പിക്കലാണ്. എസ് പി ഗൗരവസ്വരത്തിൽ പറയുമ്പോൾ മഹാനവകൾ വിനയാന്വിതനായി എസ് പി സാറോട് ചോദിക്കുന്നു, സാറോടൊരു മൗലവി കുറെ വിഷയങ്ങൾ പറഞ്ഞു ധരിപ്പിച്ചു. സാർ അത് കേട്ടു. എനിക്ക് വല്ലതും പറയാൻ അനുവദിക്കുമോ? പറയൂ, കേൾക്കട്ടെ എന്നായി. സാർ, ഏതെങ്കിലും പ്രദേശത്ത് വർഗീയ ലഹളകളോ സംഘർഷങ്ങളോ കുഴപ്പങ്ങളോ സംഭവിച്ചാൽ നിങ്ങളുടെ തീരുമാനം എങ്ങനെയായിരിക്കും? 144 പാസാക്കും, കർഫ്യൂ ഏർപ്പെടുത്തും. അതിൻ്റെ ക്രൈറ്റീരിയ നിയമാവലികൾ എന്തെല്ലാമാണ്? സമ്മേളനങ്ങൾ പാടില്ല, പൊതുയോഗങ്ങൾ പാടില്ല, പ്രഭാഷണം പാടില്ല, പ്രകടനം പാടില്ല. ഓ സാർ, അങ്ങനെയാണല്ലേ? അങ്ങനെ കർഫ്യൂ ഏർപ്പെടുത്തിയ ഏതെങ്കിലും പ്രദേശത്ത് ഖുതുബ നിരോധിച്ചിട്ടുണ്ടോ? ഇല്ല. എന്താ നിങ്ങൾ നിരോധിക്കാത്തത്? അത് ആരാധനയാണ്. മഹാനവറുകൾ ഉടനെ, സാർ, ഞാൻ അതാണ് പറയുന്നത്, ഖുതുബ പ്രഭാഷണമല്ല, അത് ആരാധനയാണ്. തിരിയുന്ന ശൈലിയിൽ പറയേണ്ടതല്ല. ആരാധന എന്നാൽ ആരാധ്യൻ പറഞ്ഞ ദിവസത്തിൽ, ആരാധ്യൻ പറഞ്ഞ സമയത്ത്, ആരാധ്യൻ പറഞ്ഞ രൂപത്തിൽ, ശൈലിയിലാവണം. അല്ലാതിരുന്നാൽ, സാർ, ഞാനല്ല പ്രശ്നമുണ്ടാക്കുന്നത്. മുസ്ലിം പള്ളികളിൽ പല രാഷ്ട്രീയ കക്ഷികളുണ്ടാകും. ലീഗുകാരുണ്ടാകും, കോൺഗ്രസ്സുകാരുണ്ടാകും, മാർക്സിസ്റ്റുകാരുണ്ടാകും. പള്ളി ഇമാം, പള്ളിയിലെ പ്രധാന ഖുതുബ പ്രഭാഷണം നടത്തുന്ന ഖതീബ് ഏതെങ്കിലും ഒരു ഭാഷയിൽ പ്രതിപക്ഷത്തെയോ ഭരണപക്ഷത്തെയോ വേദനിപ്പിച്ച് ഭരണപക്ഷത്തിൻ്റെ വക്താവായി പ്രതിപക്ഷത്തെ വേദനിപ്പിച്ചാൽ, പ്രതിപക്ഷത്തിൻ്റെ ആളായി ഭരണപക്ഷത്തെ വേദനിപ്പിച്ചാൽ അവിടെ പ്രശ്നങ്ങളുണ്ടാകും. അനൈക്യമുണ്ടാക്കാൻ പാടില്ല. ഒറ്റക്കെട്ടായി നീങ്ങണം. ഇത് കേട്ട മലബാർ എസ് പി കൈകൊടുത്തുകൊണ്ട്, മൗലവി പറയൂ. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ. ഒന്നുകൂടി ഞാൻ ഓർക്കുകയാണ്. നെടിയുരിപ്പില് മൂസ ഹാജി കൊണ്ടുവന്ന് എടവണ്ണ അലവി മൗലിയുമായി മുഹിയുദ്ദീൻ മാല എല്ലാം ഇസ്ലാമിന് പുറത്താണ്, ശിർക്കാണെന്ന് പറഞ്ഞപ്പോൾ മഹാനവകൾ മുഹിയുദ്ദീൻ മാല യഥാർത്ഥ അർത്ഥം വിശദീകരിച്ച സമയത്ത് നേരെ എടവണ്ണ അലവി മൗലവി പരസ്യമായി പറയുകയായി, മൗലവി അർത്ഥം വെച്ച പോലെയാണെങ്കിൽ
പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ അർത്ഥം വെച്ച പോലെയാണെങ്കിൽ വിരോധമില്ല. കോഴിക്കോട് കുറ്റി പരിസരത്ത് എൻ്റെ വന്യരായ പിതാവ് സംബന്ധിച്ച ആ സമ്മേളനം ഉപ്പ പറഞ്ഞത് ഓർക്കുന്നു. വലിയ സമ്മേളനം, ജനസഞ്ചയം. പെട്ടെന്ന് കണ്ടമാനം പോലീസ് ഉദ്യോഗസ്ഥർ വരുന്നു. വന്നുകൊണ്ട് പ്രസംഗം നിർത്താൻ ആജ്ഞാപിക്കുന്നു. ഇവിടെ പെർമിറ്റ് ഇല്ലാതെ നിങ്ങൾ പ്രഭാഷണം നടത്താൻ പാടില്ല. സദസ്സാകെ ഇളങ്ങി മറിഞ്ഞു. കത്ത് കൊടുത്ത ആ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ആകെ പരിഭ്രമിച്ചു. എങ്ങനെ നിയന്ത്രിക്കും? അവസാനം മഹാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ സദസ്സ് നിയന്ത്രിക്കാൻ പറയണം. അങ്ങനെ സദസ്സിനെ നിയന്ത്രിച്ച് മഹാനുകൾ ധരിച്ച കോട്ട് സ്റ്റേജിൻ്റെ പിന്നിൽ നിന്നെടുത്ത് ആ കോട്ടിൽ നിന്ന് കലക്ടറോട് പെർമിറ്റ് വാങ്ങി കാണിച്ചു കൊടുത്ത രംഗം. ഇങ്ങനത്തെ വലിയ മഹാനുഭാവന്റെ അനുഗ്രഹീത സവിധത്തിൽ നിന്നാണ് ഞങ്ങൾ ഇന്ന് യാത്ര തുടങ്ങിയത്. യാത്ര തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് MLA തന്ന ഉപഹാരം ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. അച്ചിപ്പായ, തഴപ്പായ. പണ്ട് കാലത്ത് കുട്ടിക്കാലങ്ങളിൽ ഞങ്ങളുടെയൊക്കെയും വീടുകളിൽ അറകളിൽ പുതിയാപ്പിളക്ക് പുതിയണ്ണിന് കൊടുത്ത വലിയ സമ്മാനമായിരുന്നു. കുറേ കാലങ്ങൾക്ക് ശേഷം, പതിറ്റാണ്ടുകൾക്ക് ശേഷം അത് തഴവയിൽ യുനെസ്കോ അംഗീകാരം നേടിയ ഒരു വലിയ മഹാ ഗിഫ്റ്റാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അങ്ങനെ വന്ന് ഞങ്ങൾ ഓച്ചിറയിൽ കഴിഞ്ഞ് ചവറയിലെത്തിയപ്പോൾ ഞങ്ങളെ സ്വീകരിച്ചത് ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. ഈ നാട്ടിൽ ഞങ്ങളുടെ ഉപ്പമാരും ഉപ്പാപ്പമാരുമാകുന്ന പ്രായാധിക്യം കൊണ്ട് വിഷമിക്കുന്ന കുറേ ആളുകളുടെ സ്വീകരണങ്ങളാണ്. ഇന്ന് പത്രത്തിലും കണ്ട വാർത്ത ഞാൻ ഇന്നലെ പറഞ്ഞതും. അഥവാ മനുഷ്യർക്കൊപ്പമെന്ന് പറയുമ്പോൾ നമുക്ക് പൂർവീകരായ വൃദ്ധന്മാരെ മറക്കാൻ കഴിയില്ല. വൃദ്ധന്മാർ എന്നാൽ ഒന്നിനും കൊള്ളരുതാത്തവർ, എൽഡർ ഹോമിലേക്ക് എറിയപ്പെടേണ്ടവർ, വൃദ്ധസദനിലേക്ക് വലിച്ചെറിയേണ്ടവർ എന്നാണ് സമൂഹത്തിൽ പലരും മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ അവർക്ക് പറയുന്നത് സീനിയർ എന്നാൽ സീനിയർ സിറ്റിസൺ. സീനിയർ സിറ്റിസൺ എന്നാൽ അതിൻ്റെ അർത്ഥം കാണുക എന്നാണ്. ഇവിടെ തടിച്ചുകൂടി ആളുകളിൽ വെച്ച്, ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ വെച്ച് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കിയ മഹാമനീഷിയാണ്. പണ്ഡിത ലോകത്ത് തുല്യതയില്ലാത്ത നേതൃത്വമാണ് മഹാനായ ശൈഖുന ഇന്ത്യൻ ഖാൻ മുഫ്തി സുൽത്താൻ മക്കാന്തപുരം ഉസ്താദ്. സമസ്ത എങ്ങനെ വളർന്നു, അതിൻ്റെ ആദ്യകാല ഘട്ടങ്ങൾ എന്തെന്ന് പറയാൻ ഇന്ന് സുൽത്താൻ ഉലമയെപ്പോലെ അധികാരം കേരളത്തിലോ ലോകത്തോ ഒരു പണ്ഡിതനും ഇല്ല. മഹാനായ ശൈഖുന സുൽത്താൻ ഉലമ അത് കണ്ടനുഭവിച്ചവരാണ്. അതാണ് സീനിയർ സിറ്റിസൺ എന്ന പദത്തിൻ്റെ അർത്ഥം. മലയാളത്തിൽ വൃദ്ധൻ എന്ന് പറഞ്ഞാൽ അഭിവൃദ്ധി എന്നതിൽ നിന്നാണ് വൃദ്ധൻ എന്ന് പറയുന്നത്. വൃദ്ധൻ അഭിവൃദ്ധി, അഥവാ വൃദ്ധന്റെ അഭിവൃദ്ധി. ധനവൃദ്ധനുണ്ട്, ജ്ഞാനവൃദ്ധനുണ്ട്. ഇവിടെയുള്ള വൃദ്ധന്മാർ അവരെല്ലാം ജ്ഞാനവൃദ്ധന്മാരാണ്. അവരെ സൈഡാക്കുന്നത് ശരിയല്ല. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പാപ്പമാരോട്, ഈ ശബ്ദം ശ്രവിക്കുന്നവരോട് പറയാനുള്ളത്, ഇന്ത്യ പോകുന്ന പോക്ക് വളരെ ദയനീയ രംഗത്തിലേക്കാണ് എല്ലാ ലോകം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നീതി ആയോഗ് ഗവേണിംഗ് കൗൺസിൽ ചേർന്നപ്പോൾ പ്രധാനമന്ത്രിയാണ് അതിൻ്റെ അധ്യക്ഷർ, മുഖ്യമന്ത്രിമാരാണ് അതിലെ മെമ്പർമാർ. 2047 അഥവാ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 100ാം വാർഷികം ശതാബ്ദി ആഘോഷിക്കുമ്പോൾ ഡെമോഗ്രാഫ് മാനേജ്മെന്റ് അനുസരിച്ച് 2025 ലോകത്ത് ജനസംഖ്യയുടെ 12% വൃദ്ധന്മാരായിരിക്കും. നിലവിൽ ഇന്ത്യൻ ജനസംഖ്യയുടെ ശരാശരി പ്രായം 29 ആണെങ്കിൽ 2047 37 ആകും. എന്നാൽ ഇന്ത്യയിൽ 15 കോടി 1% ഇന്ന് വൃദ്ധന്മാരെങ്കിൽ 10 ഒരാൾ സീനിയർ ആണെങ്കിൽ 2047 35 കോടിയാകും. അഥവാ 3ൽ ഒരാള് 65 കഴിഞ്ഞവരാകും. ഇവിടെയാണ് ഒരു കാര്യം ആലോചിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ഞാനും നിങ്ങളും കുട്ടിക്കാലങ്ങൾ കേട്ടിരുന്നത് ശരാശരി വയസ്സ് 55-60 എന്നാണ്. എന്നാൽ ഇപ്പോൾ അത് 73 മാറി. 10-20 കൊല്ലം കഴിയുമ്പോഴേക്ക് അത് പാശ്ചാത്യൻ രാജ്യങ്ങളെപ്പോലെ ചൈന, റഷ്യ,
യൂറോപ്പ്, ആഫ്രിക്ക, അതുപോലെ തന്നെ അമേരിക്ക രാജ്യങ്ങളിലൊക്കെ 95, 100, 110 പ്രായം ചെന്നവർ. ഇന്ന് അവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം ന്യൂ ജനറേഷൻ നന്നേ കുറവ്, പ്രായം ചെന്നവർ നന്നേ കൂടുതൽ. ഈ അവസ്ഥയിലേക്കാണ് കേരളം വരാനിരിക്കുന്നത്. ആയതുകൊണ്ട് കേരളത്തിൽ തന്നെ 2047 1,25,00,000 വൃദ്ധന്മാരാകുമെന്നാണ് പുതിയ കണക്ക്. ഈ കണക്കനുസരിച്ച് വൃദ്ധന്മാരെ അവർ ചെറുതായി കാണരുത്, അവർ എൽഡർ ഹോമിലേക്ക് തള്ളരുത്, അവർ വൃദ്ധസദനത്തിലേക്ക് തള്ളരുത്. അവരൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഞങ്ങളുടെ എല്ലാം കഴിഞ്ഞു എന്നല്ല. റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാൽ ലൈഫ് റിട്ടയർമെന്റ് അല്ല, ജോബ് റിട്ടയർമെന്റ് മാത്രമാണ്. ഇവിടെ എല്ലാവർക്കും അവസരം കൊടുക്കണം. എന്നും ഞാൻ തന്നെ നിൽക്കണമെന്ന് ഉദ്ദേശിച്ചാൽ ന്യൂ ജനറേഷന് വളരാൻ കഴിയുകയില്ല. 55-ാമത്തെ വയസ്സിൽ 60-ാമത്തെ വയസ്സിൽ റിട്ടയർമെന്റ് ആകുമ്പോൾ ലൈഫിൽ നിന്ന് റിട്ടയർമെന്റ് ആവുകയല്ല, ജോബിൽ നിന്ന് റിട്ടയർമെന്റ് ആവുകയാണ്. എനിക്ക് ചങ്ങല ജോലി എന്ന ആ ചങ്ങല ഞാൻ പൊട്ടിച്ചെറിയുകയാണ്. ഞാൻ ഫ്രീ ആണ്. എനിക്ക് ഇവിടെ കുറേ ആനുകൂല്യങ്ങൾ കിട്ടും, എനിക്ക് പെൻഷൻ കിട്ടും, എനിക്ക് അംഗീകാരം കിട്ടും, എനിക്ക് 2 ചിറക് കിട്ടിയ പ്രതീതിയാണ്. പാറിപ്പറന്ന് നടക്കാം, എനിക്ക് യഥേഷ്ടം ചിന്തിക്കാം. വൃദ്ധന്മാരിൽ മഹാഭൂരിഭാഗവും രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരാണ്. ഷുഗറുണ്ട്, പ്രഷറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, സന്ധിവേദനകളുണ്ട്, കൈക്കാലുകൾ നടക്കാൻ പറ്റാത്തവരുണ്ട്. സത്യത്തിൽ ഇതിനെല്ലാം പ്രധാന കാരണം ഞാനൊരു സംഭവം ഉണർത്തട്ടെ. മഹാൻ അബൂ ശുജാ റളിയല്ലാഹു തആല തങ്ങള് 160 വയസ്സക്കാലം ജീവിച്ചതാണെന്ന് അബൂ ശുജാ അഹ്മദ് നബി ശുജാ ഷാഫി മദ്ഹബിൽ ആധികാരിക ഗ്രന്ഥമാണ്. അത് മനപ്പാടമാക്കുന്ന പതിവ് പുറം ലോകങ്ങളിൽ ഷാഫികളെല്ലാം മനപ്പാടമാക്കിയിരുന്നു. അത് പോക്കറ്റ് ഡയറിയെ പോലെ കീശയിൽ സൂക്ഷിച്ചു വെക്കുന്ന കിതാബാണ്. ഈ വിരിതൻ ജോർദാനിൽ നിന്ന് അത് ഓതി തീർത്തു കൊടുത്തത് ധാരാളം പണ്ഡിതന്മാർക്ക് ഓർക്കുകയാണ്. എന്നാൽ അബൂ ശുജാ റളിയല്ലാഹു അൻഹു 160 വർഷക്കാലത്തോളം ജീവിച്ചിട്ടുണ്ട്. ആ 160 വർഷക്കാലത്തിനിടയിൽ ഒരിക്കൽ പോലും കണ്ണിന് മങ്ങലേറ്റിട്ടില്ല, കേൾവിക്ക് യാതൊരു തകരാറും സംഭവിച്ചിട്ടില്ല, സംസാരത്തിനിടർച്ച സംഭവിച്ചിട്ടില്ല. മഹാനവർ ചോദിച്ചു, 80ഉം 90ഉം ആകുമ്പോൾ കണ്ണിൻ്റെ കാഴ്ച കുറയുന്നു, സംസാരത്തിന് ഇടർച്ച ബാധിക്കുന്നു, മെമ്മറി പവർ കുറഞ്ഞു വരുന്നു. നിങ്ങൾക്ക് 160 എത്തിയിട്ടും എന്തുകൊണ്ടാണ് കാഴ്ചക്ക് മങ്ങലേൽക്കാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സംസാരത്തിന് ഇടർച്ച സംഭവിക്കാത്തത്? മഹാനകൾ പറഞ്ഞ മറുപടി എൻ്റെ യുവാക്കൾ ശ്രദ്ധിക്കണം, കള്ളങ്ങളായ പ്രവർത്തകർ മനസ്സിലാക്കണം. മഹാനകൾ പറഞ്ഞത്, എൻ്റെ കുട്ടിക്കാലങ്ങളിൽ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ആയതുകൊണ്ട് എൻ്റെ പ്രായാധിക്യത്തിൽ എനിക്കിഷ്ടമില്ലാത്ത ഒന്നും അല്ലാഹു ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ സംശയിച്ചേക്കാം, അത് അബൂ ശുജാ റളിയല്ലാഹു അൻഹുവിൻ്റെ കറാമത്തല്ലേ? എല്ലാ ജീവിതത്തിൽ ലോകങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും വരുന്നത് ഞാൻ നിങ്ങളും കാട്ടിക്കൂട്ടുന്ന തെറ്റുകുറ്റങ്ങളാണ്. അതാണ് എന്നും ഓതുന്ന ആമർ റസൂൽ സൂറത്തിൽ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ ലഹാ മാ കസബത്ത് വഅലൈഹാ മക്തസബത്ത്. അവിടെ ശ്രദ്ധിക്കണം, ഒരിടത്ത് കസബത്ത് എന്ന് പറഞ്ഞു, മറ്റിടത്ത് ലഹാ മാ കസബത്ത് വഅലൈഹാ മക്തസബത്ത് എന്ന് പറഞ്ഞു. ലഹാ ഏതൊരു ശരീരവും ചെയ്ത സൽക്രമങ്ങൾ ആ വ്യക്തിക്ക് ഗുണകരമായി നിൽക്കും, എന്നാൽ ആ ശരീരം ചെയ്ത തെറ്റുകുറ്റങ്ങൾ അവനിക്ക് ദോഷമായി ഭവിക്കും. എന്തേ ലഹാ മാ കസബത്ത് വഅലൈഹാ മക്തസബത്ത് എന്ന് പറയാതെ, ലഹാ മാ കസബത്ത് വഅലൈഹാ മാ കസബത്ത് എന്ന് പറയാതെ മക്തസബത്ത് എന്ന് പറഞ്ഞത്? ഇഫ്തിയാലം ബാബ് നമുക്കറിയാം. സെമിയ ശ്രദ്ധി കേൾക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക.
കസബ ഈസിയായി ചെയ്യുക, ഇക്തസബ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ചെയ്യുക. തെറ്റുകുറ്റങ്ങൾ ചെയ്യുമ്പോൾ കുറേ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമുണ്ട്. അതേ സ്ഥാനത്ത് നന്മകൾ ചെയ്യുമ്പോൾ ഒരു പ്രയാസവും ബുദ്ധിമുട്ടുമില്ല. അതെങ്ങനെ? ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട്, ഇസ്ലാമെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനോട് 5 വക്ത് നിസ്കാരം മാത്രമല്ലേ കൽപ്പിച്ചിട്ടുള്ളൂ, മറ്റൊന്നും കൽപ്പിച്ചിട്ടില്ലല്ലോ. നോമ്പ് റമദാനിൽ മാത്രമല്ലേ, സക്കാത്ത് സമ്പന്നർ മാത്രമല്ലേ നൽകേണ്ടതുള്ളൂ, ഹജ്ജ് ജീവിതത്തിൽ ഒരിക്കലല്ലേ നൽകേണ്ടതുള്ളൂ, എല്ലാ സമയത്തും എന്നും ചെയ്യേണ്ടത് നിസ്കാരം മാത്രമല്ലേ ബാക്കി കാര്യങ്ങൾ. ഉദാഹരണത്തിന് സത്യം പറയാൻ ആരെയും പേടിക്കേണ്ടതില്ല, വളച്ചു കെട്ടില് വേണ്ടതില്ല, പ്രയാസങ്ങളില്ല, വിഷമങ്ങളില്ല. അതേ സ്ഥാനത്ത് കളവ് പറയുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ ഇവിടെ വന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് തെളിയിക്കാൻ 1000 ആളുകൾ ഉണ്ടാകും. അതുകൊണ്ടാണ് ഏതേത് രാജ്യത്തിൻ്റെയും സെക്യൂരിറ്റി ടീം അല്ലെങ്കിൽ എമിഗ്രേഷൻ ടീമുകൾ പറയുന്നത് സത്യമാണോ അസത്യമാണോ എന്ന് പരിശോധിക്കാൻ ഒരേ സമയത്ത് 1/2 മണിക്കൂർ 1 മണിക്കൂർ പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞതിൻ്റെ ശേഷം ഉടനെ തന്നെ മറ്റൊരാൾ വന്ന് അതേ ചോദ്യങ്ങൾ ചോദിക്കും. പിന്നെയും വന്ന് വേറൊരാൾ ചോദിക്കും. അതെല്ലാം റെക്കോർഡാക്കി വെക്കും. കളവാണ് പറയുന്നതെങ്കിൽ 2-3 ആളുകൾ ചോദിക്കുമ്പോൾ മാറ്റി മാറ്റി പറഞ്ഞിരിക്കും. അതല്ലേ ഇന്ന് ഫോറൻസിക് സയൻസ് പലപ്പോഴും തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഖുർആൻ പറയുന്നത് ലഹാ മാ കസബതു അലൈഹാ മക്തസബത്ത്. ഒരു ചെറിയ ഉദാഹരണം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം. ഞാൻ ഒരു കളവ് പറയുമ്പോൾ അതെൻ്റെ മനസ്സാക്ഷിക്ക് വിരുദ്ധമാണ്. അവിടെ എൻ്റെ ഹാർട്ടിന് വേരിയേഷൻ വരുന്നുണ്ട്, അതെൻ്റെ കിഡ്നിക്ക് വേരിയേഷൻ വരുന്നുണ്ട്. അതാരെങ്കിലും അറിയുമോ? ഏതെങ്കിലും കാലത്ത് തെളിയിക്കപ്പെടുമോ? അതിലേക്ക് അബദ്ധമായി വരുമോ? ഇനി ഏത് കാലത്താണ് അതിനോട് ചോദിക്കപ്പെടുക? നല്ലൊരു വാഹനം കാശ് കൊടുത്ത് വാങ്ങി 10 കോടി രൂപയാണ് കസ്റ്റമൈസ് ചെയ്തത്. അതിന് 10 കൊല്ലത്തെ വാലിഡിറ്റിയാണ് കമ്പനി നൽകുന്നത്. എന്നാൽ അത് ഓടിക്കുന്നത് നല്ല എക്സ്പ്രസ് ഹൈവേയിലൂടെയല്ല, മറിച്ച് കട്ട് റോഡിലൂടെയാണ്. കുണ്ടിൽ നിന്ന് കുന്നിലേക്കാണ്, കുന്നിൽ നിന്ന് കുഴിയിലേക്കാണ്. ആ വാഹനം ഏറിയാൽ 2-3 വർഷം ഓടും. പിന്നീട് അത് സ്ക്രാപ്പിൻ്റെ പഴയ വിലക്ക്, പഴയ ഇരുമ്പ് സാധനങ്ങളുടെ വിലക്ക് വിൽക്കേണ്ടി വരും. അതേ ദിവസം തന്നെ വളരെ ലോ ക്വാളിറ്റി മോട്ടോർ വെഹിക്കിൾ 2 ലക്ഷം രൂപക്ക് വാങ്ങി. അതിന് 6 മാസമാണ് വാലിഡിറ്റി. പക്ഷേ അത് എക്സ്പ്രസ് ഹൈവേയിലൂടെയാണ് ഞാൻ ഓടിക്കുന്നത്. 6 വരി പാത പൂർത്തീകരിച്ച് അവിടെയാണ് എൻ്റെ വീട്, അവിടെയാണ് എൻ്റെ ഓഫീസ്. എങ്കിൽ അത് ധാരാളം കാലം ഓടിക്കാൻ കഴിയും. അത് 6 മാസമാണ് കമ്പനി നൽകുന്നതെങ്കിൽ 3-4 വർഷം ഓടിക്കാൻ കഴിയും. അഥവാ എന്ന പോലെ എൻ്റെ കളവ് പറയുമ്പോൾ, ഗീബത്ത് പറയുമ്പോൾ, നമീമത്ത് പറയുമ്പോൾ അപ്പോഴെല്ലാം എൻ്റെ ഷുഗർ, എൻ്റെ പ്രഷർ, എൻ്റെ കൊളസ്ട്രോള്, എൻ്റെ ഹാർട്ട്, എൻ്റെ കിഡ്നി, എൻ്റെ ബ്രെയിൻ അതെല്ലാം ടെസ്റ്റ് നടത്തിയാൽ വേരിയേഷൻ നടത്തും. അതല്ലേ നമ്മുടെ ഫോറൻസിക് സയൻസ് അവസാനം നുണപരിശോധന കേന്ദ്രത്തിൽ പരിശോധിച്ചാൽ ഫോറൻസിക് സയൻസ് തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് മഹാനബി ശുജാ റളിയല്ലാഹു തആല തങ്ങൾ പറഞ്ഞത്, ഞാൻ എൻ്റെ ചെറുപ്പകാലത്തിൽ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ആയതുകൊണ്ട് എനിക്ക് വാർദ്ധക്യത്തിൽ ഒന്നും നൽകിയിട്ടില്ല. പ്രായം ചെന്നവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. മഹാനായ ഹാത്തിമുൽ അസം റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾ പഠിക്കണം. മഹാനായ ഇമാമുന ശാഫി റളിയല്ലാഹു തആല തങ്ങളുടെ വന്യരായ ഗുരുവായിരുന്ന, ഇമാം വന്യരായ ശിഷ്യനായിരുന്ന, മഹാനായ 10 ലക്ഷം ഹദീസ് മനപ്പാഠമാക്കിയ മഹാനായ ഇമാം അഹ്മദ് ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ഷെയ്ഖാണ് ഹാത്തിമുൽ അസം റളിയല്ലാഹു അൻഹു. അസം റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ബധിരൻ എന്നാണ് അർത്ഥം, കേൾവിയില്ലാത്തവൻ എന്നാണ് അർത്ഥം. സൈൻ ലാംഗ്വേജിലൂടെയാണ് അവരോട് സംസാരിക്കുന്നത്. എന്നാൽ ഹാത്തിമുൽ അസം റളിയല്ലാഹു അൻഹുവിന് കേൾവിക്ക് യാതൊരു തകരാറും ഉണ്ടായിരുന്നില്ല. മഹാനവളുടെ മുമ്പിൽ പ്രായാധിക്യത്തിലുള്ള 80-90 കഴിഞ്ഞൊരു ഉമ്മാമ വന്നു. മസല ചോദിക്കാൻ വേണ്ടി വന്നതാണ്. പ്രായാധിക്യത്തിൽ വേണ്ട പോലെ നിയന്ത്രണങ്ങൾ ഉണ്ടാവില്ലല്ലോ. ശബ്ദത്തോടെ വുളു മുറിഞ്ഞു. ആ നിമിഷം ആ ഉമ്മാമ
ടെൻഷനിലായി. അത് വളരെ ന്യൂനതയല്ലേ, ഒരു വീക്ക്നെസ് അല്ലേ, മൈനസ് അല്ലേ? അതെങ്ങാനും മഹാനായ ഇമാം ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു കേട്ടുപോയോ? ഇന്നിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അതും വീഡിയോ എടുക്കാൻ, അത് ലൈക്ക് അടിക്കാൻ, അല്ലെങ്കിൽ അത് ഷെയർ ചെയ്യാൻ, അല്ലെങ്കിൽ അത് ഫോർവേഡ് ചെയ്യലായിരിക്കില്ലേ മഹാനുകൾ ചെയ്തെന്തെന്നറിയാമോ? ആ നിമിഷം തൊട്ട് ആ മഹദി മരിക്കുന്നത് വരെയും മഹാനവറുകൾ കേൾവി ഇല്ലാത്തവനെ പോലെ അഭിനയിക്കുകയായി. ഒന്നുറക്ക പറയാമോ ഉമ്മ? ഒന്നുറക്ക പറയാമോ ഉമ്മ? എന്തിനു വേണ്ടി? ഈ ശബ്ദം കേട്ടിട്ടില്ല. ആ സഹോദരിയോട് മാത്രം അങ്ങനെ പറഞ്ഞ് പിന്നെ സാധാ പറഞ്ഞാൽ ആ സഹോദരിക്ക് അത് പ്രയാസമാവില്ലേ? അപ്പൊ ഏതൊരു പ്രായം ചെന്നവനെയും ഒരു വിധത്തിലും വിഷമിപ്പിക്കാൻ പാടില്ല എന്നല്ലേ മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു നൽകുന്ന വലിയ സന്ദേശം. അതുകൊണ്ടല്ലേ ലുഖ്മാനു ഹാദിഹിൽ ഉമ്മ, മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളെപ്പോലെ ഈ ഉമ്മത്തിന്റെ ലുഖ്മാൻ എന്ന പേരിൽ മഹാനവളെ പിൽക്കാലത്ത് അറിയാനുണ്ടായ കാരണം ഒന്നുകൂടി പറഞ്ഞ് എൻ്റെ സംസാരം ഉപസംഹരിക്കാം. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ റബ്ബിനോട് ദുആ ചെയ്തു, എൻ്റെ സ്വർഗത്തിലെ റൂംമേറ്റ്, എൻ്റെ റൂമുകാരനൊന്ന് കാണിച്ചു തരാൻ. അല്ലാഹു തആല കാണിച്ചു കൊടുത്തു. ഫൈലുൽ ഖദീർ 2-3 സ്ഥലത്ത് ഈ സംഭവം കാണാം. അങ്ങനെ കാണിച്ചു കൊടുത്തത് ഒരു കശാപ്പ് കച്ചവടക്കാരനാണ്, മാംസങ്ങൾ അറുത്ത് വിറ്റ് വിൽക്കുന്നവനാണ്. അവിടെ ചെന്നു സംശയിച്ചു, എന്താണ് ഇദ്ദേഹമാണോ എൻ്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ? എന്താണ് ഇദ്ദേഹം ചെയ്യുന്നത്? അദ്ദേഹം മാംസം വിറ്റ് വിൽക്കുന്നു, വേറൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ശ്രദ്ധയിൽപ്പെട്ടത് അതിൻ്റെ ബ്രെയിന്, അതിൻ്റെ ലിവർ ഇതെല്ലാം എടുത്ത് ഒരു പാക്കിലാക്കി വെക്കുന്നു. കഴിഞ്ഞു. ആ വൃദ്ധൻ ബിസിനസ്സുകാരൻ ചോദിക്കുന്നു, നിങ്ങൾ എൻ്റെ കൂടെ വീട്ടിലേക്ക് വരുന്നു? അപ്പോഴാലോചിക്കുന്നു, വീട്ടിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടായിരിക്കാം. വീട്ടിൽ ചെയ്യുമ്പോൾ കാണുന്നത് ആ പ്രായപ്പെട്ട അദ്ദേഹത്തിൻ്റെ പ്രായം ചെന്ന 100, 110, 120 കഴിഞ്ഞ ഉമ്മയുണ്ട്, ഉപ്പാപ്പയുണ്ട്. അവരെ കുളിപ്പിച്ച് പുതിയ ഡ്രസ് അണിയിച്ച് അവർക്ക് ഭക്ഷണങ്ങൾ പാകം ചെയ്ത് ഈ ലിവറും അതുപോലെ തന്നെ ബ്രെയിനും വളരെ സാവധാനം ചവച്ചരച്ച് കൊടുക്കുന്നു. ഉമ്മ ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ജഅൽ ഇബ്നി ഹാദാ മൂസ ഇബ്നു ഇംറാൻ റഫീഖൻ ലഹു ഫിൽ ജന്ന. ഉപ്പയും ഇതാണ് പറയുന്നത്, ഇമ്രാൻ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളുടെ മകൻ മൂസായെ എൻ്റെ കുട്ടിക്കൊപ്പം സ്വർഗത്തിലെത്തിക്കണേ അല്ലാഹ്. നിങ്ങൾ ആലോചിക്കണം, ഈ ലോകത്തൊരു 1,24,000 പരം അമ്പിയാക്കളുണ്ട്. അതിൽ ഏറ്റവും അത്യുത്കൃഷ്ടരാണ് 313 മുർസലുകൾ. അതിൽ ഖുർആൻ പേരെടുത്തു പറഞ്ഞ 25 അമ്പിയാ മുർസലുകൾ അതിമഹത്വക്കളാണ്. അതിൽ ഏറ്റവും അത്യുത്തമരാണ് 5 ഉലുൽ അസ്മുകൾ. അതിൽപ്പെട്ടവരാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഷെയ്ഖുൽ അംബിയ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ, കലീമുല്ലാഹ് അബുൽ അംബിയ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ, മസീഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ, കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ. ആ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളോടുകൂടെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ പ്രായം ചെന്ന ഉപ്പാപ്പമാർക്ക്, ഉമ്മാമ്മമാർക്ക് ഖിദ്മത്തെടുത്താൽ എന്തായിരിക്കും നേട്ടങ്ങൾ? പലതും പറയാനുണ്ട്, സമയക്കുറവ് കൊണ്ട് അവസാനിപ്പിക്കട്ടെ. അൽഹംദുലില്ലാ, കൊല്ലം ജില്ലയിൽ വന്നപ്പോൾ ഞങ്ങളെല്ലാ ജില്ലയിലും സ്നേഹവിരുന്നുകൾ നടത്തി. അവിടെയുള്ള ജനപ്രതിനിധികളുമായി കാര്യങ്ങൾ ചർച്ച ചെയ്തു. കൊല്ലത്ത് വന്നപ്പോൾ ഞങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞത്, കൊല്ലമെന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും വലിയ സമ്പത്താണ്. കരിമണൽ എന്ന് പറയുന്നത് വർക്കല തൊട്ട് അമ്പലപ്പുഴ വരെ 85 കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന ഈ പ്രദേശത്ത് 2 ലക്ഷത്തോളം മത്സ്യത്തൊഴിലാളികൾ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കേരളത്തിൽ ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുണ്ട്. 2 ലക്ഷത്തോളം സജീവ മത്സ്യത്തൊഴിലാളികളുണ്ട്. അവർ മഹാഭൂരിഭാഗവും പട്ടിണിയിലാണ്, മഹാഭൂരിഭാഗവും ചെറ്റക്കൂരയിലാണ്. അവരെ വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല. ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളും സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നത് അവർ
അവർ രാപ്പകലില്ലാതെ ഊണുറക്കില്ലാതെ കടലിൽ മുങ്ങിക്കുളിച്ചത് കൊണ്ടാണ്. അവർക്കൊരു ക്ഷീണം വരരുത്, അവരെ പ്രയാസപ്പെടുത്തരുത്, അവർ നന്നായി പരിഗണിക്കേണ്ടവരാണ്. അവർ കടലിൽ പോകാതിരുന്നാൽ സ്വാദിഷ്ടമായ വിഭവം കഴിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയില്ല. അവർ കടലിലേക്ക് പോകുമ്പോൾ മണ്ണെണ്ണക്കുള്ള സബ്സിഡി എടുത്തു കളയാനുള്ള സർക്കാരിൻ്റെ പദ്ധതി കേന്ദ്ര സർക്കാർ ഒഴിവാക്കണം. അത് സബ്സിഡി നൽകണം. അതുപോലെ അവർക്ക് കിട്ടേണ്ട ESI ഫണ്ടുകൾ, മറ്റാനുകൂല്യങ്ങൾ നൽകണം. അവിടുത്തെ കുട്ടികൾ മഹാഭൂരിഭാഗവും പഠിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുമ്പോൾ അവർക്ക് പ്രത്യേക സംവരണം നൽകി. അതിൽ മുസ്ലിം മക്കൾക്ക് ഏറ്റവും ചുരുങ്ങിയത് മുസ്ലിമീങ്ങൾക്ക് നൽകിയ 12% സംവരണത്തിൽ നിന്ന് 2% ഉപസംവരണമെങ്കിലും ഏർപ്പെടുത്തി തീരദേശ മേഖലകളിൽ കഴിയുന്ന കടൽ തൊഴിലാളികളെ രക്ഷപ്പെടുത്തണം, അവരെ കൈപിടിച്ചുയർത്തണം, അവർ സമൂഹത്തിൻ്റെ സമുന്ന മുഖ്യധാരയിലേക്ക് എത്തിക്കണം. വിശിഷ്യ കൊല്ലം ജില്ലയിലാണ് 1,00,000-ഓളം തൊഴിലാളികൾ. അവരുടെ തൊഴിലിനെ ബാധിക്കുന്ന പ്രശ്നമാണ് കരിമണൽ ഖനനമെന്ന് പറയുന്നത്. കേന്ദ്ര ഗവൺമെന്റ് 303 ദശലക്ഷം കരിമണൽ എടുക്കാനാണ് അനുമതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് പുനഃപരിശോധിച്ച് വേണ്ടത് ഏർപ്പെടുത്തണമെന്ന് ഇവിടുത്തെ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ നീണ്ടകര മാരിടൈം ഒരു ഹബ്ബായി കാണണം. കൊല്ലം ജില്ലയുടെ പ്രത്യേകതയാണല്ലോ നീണ്ടകര മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് മറൈൻ സർവകലാശാലയായി ഒരു യൂണിവേഴ്സിറ്റിയായി ഉയർത്തണം. മറൈൻ എഞ്ചിനീയറിംഗ്, മാരിടൈം ലോ തുടങ്ങി വിവിധ രാജ്യാന്തര കോഴ്സുകൾ ആരംഭിച്ച് നീണ്ടകരെ ആഗോള മാരിടൈം ഹബ്ബാക്കി മാറ്റണം. മറ്റൊന്ന് ആരോഗ്യവും പരിസ്ഥിതിയും. ഇവിടെ വേണ്ടത്ര ഹോസ്പിറ്റലുകൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല. പ്രത്യേകിച്ച് കരുനാഗപ്പള്ളി, ചവറ ഭാഗങ്ങൾ വർദ്ധിച്ചു വരുന്ന ക്യാൻസർ രോഗത്തെക്കുറിച്ച് പഠിക്കാൻ പ്രത്യേക കമ്മീഷൻ നിയോഗിക്കണം. നീണ്ടകര ക്യാൻസർ ആശുപത്രിയിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം. അതുപോലെ തന്നെ വ്യവസായം, ഗതാഗതം. ഈ നാടിൻ്റെ പരമ്പരാഗത കൃഷിയായിരുന്നു കശുവണ്ടി. ലോകത്ത് മുഴുവനും എക്സ്പോർട്ടിംഗ് നടത്തിയിരുന്ന കശുവണ്ടി ഇന്ന് വളരെ പ്രതിസന്ധിയിലും പ്രയാസത്തിലുമാണ്. മറ്റൊന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല. അതാണ് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്നത്. ആ ശ്രീനാരായണ ഗുരു സർവകലാശാലയിൽ പരീക്ഷകളും പരീക്ഷാ പേപ്പറുകളും മാർക്കുകളും കൃത്യസമയത്ത് നടക്കാത്തത് കൊണ്ട് തുടർന്നുള്ള പഠനത്തിന് ധാരാളം ആളുകൾ വിഷമിക്കുന്നുണ്ട്, പ്രയാസപ്പെടുന്നുണ്ട്. മറ്റൊന്ന് കൊല്ലം ചെങ്കോട്ട പാത. അത് ബ്രോഡ് ഗേജാക്കി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും ആവശ്യത്തിന് ട്രെയിനുകൾ എത്തിയിട്ടില്ല. തമിഴ്നാട്ടിൽ അരി, പച്ചക്കറി തുടങ്ങിയവയുടെ നീക്കത്തിനും യാത്രാ സൗകര്യത്തിനും ഈ റൂട്ടിൽ കൂടുതൽ സർവീസുകൾ വേണം. മറ്റൊന്ന് മലബാറിൽ ധാരാളം കുട്ടികൾ ഇവിടെ പഠിക്കുന്നു. ഇവിടുത്തെ കുറേ കുട്ടികൾ മലബാറിൽ പഠിക്കുന്നു. ട്രെയിൻ സർവീസുകൾ ഒന്നുകൂടി സുഖകരമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കൊല്ലം ഇന്ന് ആശ്രമ മൈതാനിയിൽ നിന്നാണ് തുടങ്ങിയത്. ആദ്യമായി കേരളത്തിൽ എയർപോർട്ട് എത്തിയത് ആശ്രമ മൈതാനിയായിരുന്നു. 1930 വരെ അവിടെ നിന്ന് പൊതുമരാമത്തിൻ്റെ ഫ്ലൈറ്റുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ അതില്ല. അതുപോലെ തന്നെ ഇവിടെ സീപോർട്ട് ഉണ്ടായിരുന്നു. പാശ്ചാത്യൻ രാജ്യങ്ങളെല്ലാം ആശ്രയിച്ചിരുന്നൊരു മേഖലയായിരുന്നു. കൊല്ലം എന്ന പേരിന് തന്നെ കാരണം എൻ്റെയും നിങ്ങളുടെയും വീടുകളിലെ കലണ്ടറുകൾ കാണുന്ന കൊല്ലവർഷം എന്നത്, ആ അറബി കലണ്ടർ, അതുപോലെ തന്നെ സൗരവർഷം കലണ്ടർ, ഹിജറ വർഷം കലണ്ടർ, മലയാളം കലണ്ടർ, അത് കൊല്ലവർഷം കലണ്ടറിന്റെ തുടക്കം കൊല്ലത്തു നിന്നാണ്. മറ്റൊരഭിപ്രായമനുസരിച്ച് കൊല്ലമെന്നാൽ അത് മുളക് എന്നാണ്. മുളക് വ്യാപാരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിരുന്നു. പാശ്ചാത്യൻ കാലങ്ങളിൽ യൂറോപ്പിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും ഇവിടുത്തെ സീപോർട്ട് മുഖേനയും എയർപോർട്ട് മുഖേനയും ഇവിടെ ധാരാളം വ്യാപാരികൾ എത്തിയിരുന്നു. ഇന്ന് പഴയകാലങ്ങളെ അപേക്ഷിച്ച് പുരാതനത്ത് കാലത്ത് അറിയപ്പെട്ട കൊല്ലം ആ പ്രൗഢിയും പ്രതാപവും കുറഞ്ഞു വരുന്നു. ഇവിടെയാണ് ഇവിടുത്തെ സംസ്ഥാന സർക്കാർ ഭരണകൂടത്തോട് ഞങ്ങൾക്ക്, അതുപോലെ തന്നെ കേന്ദ്ര ഭരണകൂടത്തോട് കൊല്ലം ജില്ലയുടെ പഴയ പ്രൗഢിയും പ്രതാപവും ഉയർത്തിക്കൊണ്ടുവന്ന് എല്ലാ സൗകര്യവും നൽകി ഈ പ്രദേശത്തെ ഉയർത്തിയെടുക്കണമെന്ന് കേരള യാത്ര 17 സ്ഥലങ്ങളിലാണ് നടന്നത്, 16ലാണ് നടന്നത്. നാളെ ഇൻഷാ അല്ലാഹ് തിരുവനന്തപുരത്ത് സമാപിക്കുകയാണ്. തിരുവനന്തപുരത്ത്
സംഭവിക്കുമ്പോൾ 17 സ്ഥലങ്ങളും ഞങ്ങൾ അവിടുത്തെ ജനപ്രതിനിധികളിൽ നിന്ന്, അവിടുത്തെ വിദ്യാസമ്പരിൽ നിന്ന്, സാംസ്കാരിക സാമൂഹിക നായകരിൽ നിന്ന് ഞങ്ങൾ സമാഹരിച്ചെടുക്കുന്ന എല്ലാ അഭിപ്രായങ്ങളും മഹാനായ ഇന്ത്യൻ ഖാൻ മുഫ്തി സുൽത്താൻ കാന്തപുരം ഉസ്താദ് ക്രോഡീകരിച്ച് മുഖ്യമന്ത്രിക്ക് നാളെ നൽകേണ്ടത് കേന്ദ്ര ഗവൺമെന്റ്, മുഖ്യമന്ത്രിക്ക് നൽകേണ്ടത് നാളെ മുഖ്യമന്ത്രിക്ക് നൽകും, കേന്ദ്ര ഗവൺമെന്റ് നൽകേണ്ടത് കേന്ദ്ര ഗവൺമെന്റിന് നൽകും. സീനിയർ സിറ്റിസനായാൽ തളരേണ്ടതില്ല എന്നതിന് ഏറ്റവും ജീവിച്ചിരിക്കുന്ന തെളിവാണ് മഹാനായ ശൈഖുനാ സുൽത്താൻ കാന്തപുരം ഉസ്താദ്. നിങ്ങൾ ആലോചിക്കുക, 100-നോടടുത്തിട്ടും ഇന്നും 16-കാരൻ്റെ മനസ്സാണ്, പതറാത്ത മനസ്സാണ്. ഷുഗറില്ല, പ്രഷറില്ല, കൊളസ്ട്രോൾ ഇല്ല. ഉസ്താദ് ജീവിതത്തിൽ ചെയ്ത സൽക്രമങ്ങളാണ്, സുഹൃതങ്ങളാണ് ഇതിനെല്ലാം കാരണം. ഉസ്താദിനെ കുറിച്ച് ഞാൻ ഓർക്കുന്നു, മഞ്ചേരി മലപ്പുറം ഈസ്റ്റ് ജില്ലയുടെ സ്വാതന്ത്ര്യം ഉദ്ഘാടനത്തിന് വന്നിരാ ശൈഖുനാ സുൽത്താൻ കാന്തപുരം ഉസ്താദ് കയറിയപ്പോൾ ഒരു മുൻ മന്ത്രി ഇറങ്ങിയപ്പോൾ മുൻ മന്ത്രി സ്റ്റേജിലേക്ക് വന്നു, എന്നോട് ചോദിച്ചു, ഉസ്താദിന് എത്ര വയസ്സായിട്ടുണ്ടായിരിക്കും? ഞാൻ മന്ത്രിയോട് ചിരിച്ച് ചോദിച്ചു, നിങ്ങളുടെ പ്രായം, നിങ്ങളുടെ അഭിപ്രായത്തിൽ എത്രയായിരിക്കും? മന്ത്രി എന്നോട് പറഞ്ഞു അബൌട്ട് 60 എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അബൌട്ട് 90, 4 കൊല്ലം മുമ്പാ, 3 കൊല്ലം മുമ്പല്ലേ, അബൌട്ട് 90 എന്ന് പറഞ്ഞു. അപ്പം എന്നോട് അദ്ദേഹം പറഞ്ഞു, ആ പുള്ളിൻ്റെ മുഖത്ത് നോക്കിയിട്ട് അങ്ങനൊന്നും കാണണില്ലല്ലോ, പുള്ളി എപ്പം നോക്കിയാലും 60-കാരനാണ്. ഞാൻ പറഞ്ഞു, പുള്ളി ചെറുപ്പത്തിലേ അങ്ങനെയാണ്. ചെറുപ്പത്തിലെ സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾ ആർക്കും ഒരു കുറ്റവും ചെയ്തിട്ടില്ല, ആരെയും വേദനിപ്പിച്ചിട്ടില്ല. ആയതുകൊണ്ട് ഈ ശബ്ദം ശ്രവിക്കുന്ന സർവ പ്രായം ചെന്ന കാരണവന്മാരോടും പറയാനുള്ളത്, നിങ്ങൾ മാനസികമായി നിങ്ങൾ തളരരുതേ. നിങ്ങൾ പുതിയ ഉന്മേഷത്തോടെ, അള്ളാഹു ഏറ്റവും ആദരിച്ചവരാണ്, ബഹുമാനിച്ചവരാണ്. ധാരാളം ഹദീത്തുകളുണ്ട്, സമയക്കുറവ് കൊണ്ടാണ് പറയാതിരിക്കുന്നത്. അർഹമുർ റഹീമായ അള്ളാഹ് മഹാനായ ശൈഖുനാ സുൽത്താൻ കാന്തപുരം ഉസ്താദ് ഹഫിളഹുല്ലാഹ് വറഅഹ, ആ തങ്ങൾ ദീർഘകാലം ജീവിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാഹ്.